ഞങ്ങൾക്ക് കുറെ ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിളം കൂടും കൂടെ വന്ന കിനാവും പുഞ്ചിരി ചന്തമേലും ഈറൻറാവുകളും മുന്തിരി ചുണ്ടുകളും മകളും അന്നോളം തീരാവേനലും പ്രാണന്റെ വിങ്ങും നീരലും പെണ്ണെ നിൻ കയ്യാൽ തൊട്ടതും ദൂരെ മാഞ്ഞു പോയി മായമായി. കുഞ്ഞു കഴുത്തിൻ പിറകിൽ നീ ഒന്ന് തൊടുമ്പോൾ ഞാൻ വെറുതെ പൂത്തുപോയി നാണമാ. വീടാതെ വരാം ഞാൻ നീലാത്തലോടലാ. സർ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? പാത്തു എൻ്റെ ജീവിതത്തിൽ നിന്നും പോയിട്ട് ഇത്ര വർഷമായി. പക്ഷെ ഓരോ സെക്കൻഡും അവളുടെ ഓർമ്മകൾ ഇപ്പോഴും വരുന്നുണ്ട്. അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും. ആദം, ഈ കാത്തിരിപ്പെന്ന് എന്തു പറയുന്നത് സുഖമുള്ള കാര്യമൊന്നുമല്ല, അതും തിരിച്ചു കിട്ടാത്ത ഒരാൾക്ക് വേണ്ടി. എടാ, നിനക്ക് ശരിക്കും അറിയാനേ വേണ്ടേ? നിനക്ക് അവളില്ലാതെ പറ്റുമോ? എൻ്റെ ഉസ്താദ് എന്നോട് പറയാറുണ്ട്, ഒരാളെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചാൽ അവരൊരിക്കലും നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ലെന്ന്. അത്രയധികം ഞാൻ അവളെ സ്നേഹിക്കുന്നു. എന്ന് അവളോട് തന്നെ പറഞ്ഞു. നിന്നെ 2 ദിവസം കോളേജിൽ കാണാതെ ആയപ്പോ അവൾ എന്നെ കാണാൻ വന്നിരുന്നു. അവൻ അവളോട് സൗഹൃദം മാത്രമേ ഉള്ളൂ. അവളുടെ സ്നേഹം ഇപ്പോഴും ആ പഴയ കളിക്കൂട്ടുകാരനോടാണ്. സാർ എന്നോട് പറയുന്നത് വരെ എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും. നിന്നെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു എന്നറിയോ? ആദം, എനിക്ക് നിന്നെ എപ്പോഴും എൻ്റെ കൂടെ വേണം. ഞാൻ ഇക്കയോട് സംസാരിക്കാം, ബാക്കി നമുക്ക് നോക്കാം. പാത്തു ഒരിക്കൽ സാറിനെ വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ സാർ ഒരിക്കലും പോകുമായിരുന്നില്ല. പത്തു മറിയത്തിനെ പോലെ ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ പത്തു ഇന്ന് സാറിന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഇന്ന് ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ്. പക്ഷെ ചില കഥകൾ, ഇതുപോലെയുള്ള കഥകൾ അവസാനിക്കുന്നത് ഒരു തുടക്കത്തിലാണ്. ഈ കഥയുടെ തുടക്കം ഇവിടെയാണ്.